ചേരയുടെ ഭാഗത്തൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നു. ചേരയുടെ ചുറ്റും പിള്ളേരാണ്, ആൺപിള്ളേരും പെൺപിള്ളേര്, സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേര് മക്കളുകൾ വന്നത്. ഈ സമയത്ത് ഞങ്ങൾ ഈ പണിയേറി പോണ സമയത്തൊക്കെ ഉണ്ട് അവരവിടെ. നമ്മളെ പറഞ്ഞ പിള്ളേര് പ്രതികരിക്കാൻ എന്താ കാര്യം? അതെ, ഞാൻ പറയണേ, ഈ 4 മണിക്ക് ശേഷം ഒരു പോലീസ് പട്രോളിംഗ് വേണം അവിടെ. കാരണം പെൺപിള്ളേര് പുറത്ത് ചിലപ്പോ കഞ്ചാവ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും വന്നത്. അപ്പൊ പരമാവധി പോലീസ് പട്രോളിംഗ് ഉണ്ടാവണം ചിറക്ക് ചുറ്റും. പിള്ളേര് ഈ ചിറക്ക് ചുറ്റുമാണ് കിടന്ന് ഈ അലമ്പ് കാണിക്കുന്നത്. പിന്നെ ഈ കനാൽ മേഖലയൊക്കെ അതിനെ കൊണ്ട് ഞങ്ങളിപ്പോ ഇവിടെ പണി തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. ഞങ്ങൾ എന്തെല്ലാം കാഴ്ചകളാണെന്ന് പറയുമ്പോ അവിടെ കാട്ടിലിരുന്ന് ഒരു കൊച്ചൊക്കെ വണ്ടി കൊണ്ട് വന്ന് കാട്ടിന്റെ ഉള്ളിൽ കയറിയിരുന്ന് ഞങ്ങള് പെങ്കൊച്ചങ്ങളുണ്ടോന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇപ്പൊ ഇവൻ അവിടെ വലിയാണ് കാടിന്റെ ഉള്ളിൽ കയറിയിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പെൺപിള്ളേരും അതിന്റെ കൂടെ വന്നു. രാത്രിയും പെൺപിള്ളേര് കറങ്ങണ്ടെന്നൊക്കെയാണ് പറയണേ. പരമാവധി നമ്മുടെ മക്കള് ആ ഭാഗത്തേക്കൊക്കെ ആൺപിള്ളേരും പെൺപിള്ളേരും പോകുന്നുണ്ട്. ഭരണിക്കുഴി ഭാഗത്ത് ആ കനാൽമക്കടെ നേരെ ഈ പിള്ളേര് എത്ര വയസ്സുണ്ടോ ചേച്ചി? സ്കൂൾ യൂണിഫോം കോളേജിൽ പോണ പിള്ളേരൊക്കെ എറണാകുളത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാനാന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടു. ഇവിടെ എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്ന പിള്ളേര് ഇവിടെ വന്നേക്കും ഭക്ഷണം കഴിക്കാനാന്ന് പറഞ്ഞു. മുതിർന്ന പിള്ളേരൊന്നല്ല, തീരെ വലിയ പിള്ളേരൊന്നല്ല. ഇപ്പൊ നമ്മളെ മരിച്ച പിള്ളേരുടെ പ്രായം അറിയോ? 18-നും 18-നും മരണം നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ പറയണേ. 4:45 ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങള് കണ്ണിൽ കണ്ടുവെച്ചാൽ ഞങ്ങള് ഇതിന്റെ കാര്യങ്ങളൊക്കെ നന്നാക്കണാണ്, നിങ്ങൾ വീട്ടിൽ പോകണ മക്കളെ ഞങ്ങൾ പറഞ്ഞു വിടാറുണ്ട്. ഈ ആഴ്ച ഞങ്ങളിവിടെ എല്ലാ കൊല്ലവും ഇവിടെ പണിയാൻ പറഞ്ഞ ആൾക്കാരായി. ഇവിടെ ഒരു CCTV ക്യാമറ പോലും ഇല്ലല്ലോ. എന്തോരം വേഷകളെ കൊടുത്തിരുന്ന അതാണ് ഏത് നമുക്ക് നിവേദനമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഭരണസമിതിക്ക്? ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ക്യാമറ വെക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ചിത്രപ്രിയ മരിച്ച പോലെ ഇനി ഒരു മരണം സംഭവിക്കാതിരിക്കാൻ ചേച്ചി ചിത്രപ്രിയ മരിച്ച പോലെ എന്നല്ല ഞാൻ പറഞ്ഞല്ലോ, 3 പിള്ളേരെ മരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ചിത്രപ്രിയ മരിച്ചതിന്റെ കാര്യം മാത്രം പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ അതിന് മുമ്പ് 2 ചെറുപ്പക്കാർ മരിച്ചായിരുന്നു. അവരുടെ മക്കള് അവര് ചെറിയ പിള്ളേരാ. ഇനി നാളെ വേറൊരു ആണാണ് മരിച്ചെങ്കിൽ അതിനൊരു കാരണം സീരിയസ് ഉണ്ടാവില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. 3 പേര് മരിച്ചു കഴിഞ്ഞു. വേറൊരു സ്ഥലത്തും ഇതുപോലെ കൊലപാതകം നടന്നിട്ടില്ല. മലയാറ്റൂരാണ്. ഇപ്പൊ ഇത്ര നാള് മലയാറ്റൂർ പള്ളിയുടെ പേരും അല്ലെങ്കിൽ മുത്തപ്പന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇവിടെ കൊലപാതകങ്ങളുടെ പേരില വന്നേ. പോകാനും ഇരിക്കാനും അവർക്ക് വസിക്കാനും ആരും അന്വേഷിക്കില്ലല്ലോ. ഇവിടെ ഫോറസ്റ്റിന്റെ ഒന്നും അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? അവര് അല്ല, ഇതിവിടെ ഫോറസ്റ്റിന്റെ ഏരിയ അല്ലേ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ? അവര് അപ്പൊ തന്നെ തിരിച്ചു ഈ വകയൊക്കെ അവര് കണ്ടാലും അവരൊന്നും പറയുന്നില്ല, ചോദിക്കുന്നില്ല. അതന്നെ അല്ല, ഫോറസ്റ്റുകാര് ഇതിലെ വണ്ടിയിൽ പോണ്ട്. അവരൊന്നും ഇങ്ങനെ കണ്ടാലും ഒന്നും പ്രതികരിക്കോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചുള്ളിക്കമ്പ് അടിച്ചാ ചോദിക്കല്ലേ? ചുള്ളിക്കമ്പ് അടിച്ചാ അവര് ഇത് കൊണ്ടുപോയാ അവര് ആ വാക്കത്തിൽ മേടിച്ച് പൊക്കോളും. ആരും ആളും മേടിച്ചു നമ്മള് വല്ലതും പറഞ്ഞാ നമുക്ക് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഉണ്ട് ഒരു ദിവസം ഞാൻ പണി 2 പിള്ളേര് മെയിൻ റോഡിൽ ഇതുപോലെ കണ്ടെണ്ണം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കാണ്. എന്നെ കണ്ടിട്ട് പോലും അവര് ഒന്നാണ്ട് വിടാന്ന് വിചാരിക്കല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ കൊന്നിട്ട് വല്ലവരും ഉണ്ടാവും ആ ചെറിയുടെ ഭാഗത്ത്. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ആ ചെറിയലേക്ക് നോക്കി ഞാൻ അത് ശരി. അപ്പൊ വേണമെങ്കിൽ 2 ആളും കൂടി എന്നെ ശരിപ്പെടുത്തിയിടും.